ഹലോ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ട്രേഡിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ മൂവിംഗ് ആവറേജ്. നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ സ്റ്റോക്ക് ചാർട്ടൊക്കെ കാണുമ്പോൾ തല കറങ്ങും അല്ലേ? വിലയുടെ ഈ കയറ്റിറക്കങ്ങൾക്കിടയിൽ മാർക്കറ്റ് ശരിക്കും എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ മാർക്കറ്റിലെ ഈ ഒരു ബഹളത്തിനുള്ള അടിപൊളിയൊരു പരിഹാരമാണ് മൂവിംഗ് ആവറേജ്. ഇതെങ്ങനെയാണ് ഈ ആശയക്കുഴപ്പത്തിൽ നിന്ന് നമുക്ക് വ്യക്തത നൽകുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു നിശ്ചിത കാലയളവിലെ, ഉദാഹരണത്തിന് കഴിഞ്ഞ 10 ദിവസത്തെ ഒരു സ്റ്റോക്കിന്റെ ക്ലോസിംഗ് വിലയെടുത്ത് അതിൻ്റെ ഒരു ശരാശരി കാണുന്നു. അത്രയുള്ളൂ. ഇത് ചാർട്ടിലെ ചെറിയ ചെറിയ വിലയുടെ ചലനങ്ങളെ അങ്ങ് ഒഴിവാക്കി നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഒരു ലൈൻ തരും. ഇവിടെയാണ് നമ്മളൊരു കാര്യം തീരുമാനിക്കേണ്ടത്. ചെറിയൊരു കാലയളവ്, അതായത് ഒരു 5 ദിവസമൊക്കെ എടുത്താൽ ആ ലൈൻ വിലയോട് വളരെ ചേർന്ന് നിൽക്കും. പക്ഷെ അതിൽ കുറേ കയറ്റവും ഇറക്കവും ഉണ്ടാകും. നേരെ മറിച്ച് ഒരു 50 ദിവസം പോലെയുള്ള വലിയ കാലയളവെടുത്താലോ, ആ ലൈൻ നല്ല സ്മൂത്തായിരിക്കും. പക്ഷെ വിലയിലെ പുതിയ മാറ്റങ്ങളോട് പ്രതികരിക്കാൻ കുറച്ച് സമയമെടുക്കും. ഇനി നമുക്ക് മൂവിംഗ് ആവറേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 തരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒന്ന് സിമ്പിൾ മൂവിംഗ് ആവറേജ് അഥവാ SMA. രണ്ടാമത്തേത് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് അഥവാ EMA. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസമെന്ന് നോക്കാം. സിമ്പിൾ മൂവിംഗ് ആവറേജ്, അതായത് SMA, കണക്കുകൂട്ടാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് 5 ദിവസത്തെ SMA ആണ് വേണ്ടതെങ്കിൽ കഴിഞ്ഞ 5 ദിവസത്തെ ക്ലോസിംഗ് വിലകൾ എടുക്കുക, അതെല്ലാം കൂടി കൂട്ടുക, എന്നിട്ട് ആ കിട്ടുന്ന തുകയെ 5 കൊണ്ട് ഹരിക്കുക. കഴിഞ്ഞു. പക്ഷേ SMAയ്ക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ 5 ദിവസത്തെ കണക്കെടുക്കുമ്പോൾ അതിലേതെങ്കിലും ഒറ്റ ദിവസം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വില പെട്ടെന്നങ്ങ് കൂടിയെന്നോ കുറഞ്ഞെന്നോ വിൽക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരൊറ്റ ദിവസത്തെ വില കാരണം നമ്മുടെ മൊത്തം ആവറേജ് തന്നെ തെറ്റും. ഇത് ചിലപ്പോൾ ട്രെൻഡിനെപ്പറ്റി തെറ്റായ ഒരു സൂചന നൽകിയേക്കാം. അപ്പോൾ SMAയുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, അതായത് EMA ഉപയോഗിക്കുന്നത്. ഇത് കുറച്ചുകൂടി സ്മാർട്ടാണ്, കാരണം ഇത് ഏറ്റവും പുതിയ വിലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, ആ പഴയ ദിവസത്തെ ഒറ്റപ്പെട്ട വിലയുടെ മാറ്റത്തിന് EMA വലിയ പ്രാധാന്യം കൊടുക്കില്ല. പകരം ഏറ്റവും പുതിയ, അതായത് ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും ഒക്കെ വിലകൾക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കും. അതുകൊണ്ടുതന്നെ നമുക്ക് ട്രെൻഡിൻ്റെ കുറച്ചുകൂടി കൃത്യമായൊരു ചിത്രം കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, EMA വളരെ വേഗത്തിൽ റിയാക്ട് ചെയ്യും. അതുകൊണ്ട് സിഗ്നലുകൾ നേരത്തെ കിട്ടും. പക്ഷേ ചിലപ്പോൾ തെറ്റായ സിഗ്നലുകൾ കിട്ടാനും സാധ്യതയുണ്ട്. അതേസമയം SMA കുറച്ച് പതുക്കെയാണ് സിഗ്നൽ തരുന്നത്, പക്ഷേ അത് ഒരുപാട് വ്യാജ സിഗ്നലുകളെ ഒഴിവാക്കാൻ സഹായിക്കും. അപ്പോൾ ഇതിലേതാണ് നല്ലത്? അത് നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ പോലെയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലൈനുകളൊക്കെ എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ വെച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം, അല്ലേ? എങ്ങനെ തീരുമാനങ്ങൾ എടുക്കാമെന്ന് നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂൾ ഇതാണ്. സ്റ്റോക്കിന്റെ വില ആ മൂവിംഗ് ആവറേജ് ലൈനിന്റെ മുകളിലാണോ നിൽക്കുന്നത് എങ്കിൽ മാർക്കറ്റ് മുകളിലോട്ടാണ്, അതായത് ഒരു അപ് ട്രെൻഡിലാണ്. ഇനി വില ലൈനിന്റെ താഴെയാണെങ്കിലോ മാർക്കറ്റ് താഴോട്ടാണ്, ഒരു ഡൗൺ ട്രെൻഡിലാണ്. സിമ്പിൾ. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം നോക്കാം. അതാണ് ക്രോസ് ഓവർ. ഒരു ചെറിയ കാലയളവിലെ മൂവിംഗ് ആവറേജ്, അതായത് ഒരു 20 ദിവസത്തേത്, ഒരു വലിയ കാലയളവിലെ ആവറേജിനെ, അതായത് 50 ദിവസത്തേതിനെ കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതിനെയാണ് ബുള്ളിഷ് ക്രോസ് ഓവർ എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റ് ബുള്ളിഷ് ആകാൻ, അതായത് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നൊരു സിഗ്നലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബെയറിഷ് ക്രോസ് ഓവർ. ചെറിയ കാലയളവിലെ ലൈൻ വലിയ കാലയളവിലെ ലൈനിനെ മുറിച്ച് താഴേക്ക് പോകുമ്പോൾ അത് മാർക്കറ്റ് താഴേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന ഒരു സെൽ സിഗ്നലായി കണക്കാക്കാം. അപ്പോൾ ഈ ക്രോസ് ഓവറുകൾ നമ്മളെ എന്തിനാണ് സഹായിക്കുന്നത്? ഒന്ന്, മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. 2, എവിടെയാണൊരു നല്ല എൻട്രി പോയിന്റ് എന്ന് കണ്ടെത്താം. പിന്നെ നിലവിലുള്ളൊരു ട്രെൻഡ് എപ്പോഴാണ് അവസാനിക്കാൻ സാധ്യതയെന്നും ഇത് നമുക്കൊരു സൂചന തരും. ശരി, ഇനി നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില സ്ട്രാറ്റജികൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെയൊക്കെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതിലൊന്നാണ് മൂവിംഗ് ആവറേജ് റിബൺ. പേര് കേൾക്കുന്ന പോലെ തന്നെ ഒരു ചാർട്ടിൽ ഒരുപാട് മൂവിംഗ് ആവറേജുകൾ ഒരുമിച്ച് ഒരു റിബൺ പോലെ വരയ്ക്കുന്നതാണിത്. ഈ ലൈനുകൾ തമ്മിലുള്ള അകലം നോക്കി ട്രെൻഡിന്റെ ശക്തി മനസ്സിലാക്കാം. ലൈനുകൾ അടുത്തേക്ക് വരുമ്പോൾ ഒരു പുതിയ ട്രെൻഡ് തുടങ്ങാം, അകന്നു പോകുമ്പോൾ നിലവിലെ ട്രെൻഡ് അവസാനിക്കാറായി എന്നും മനസ്സിലാക്കാം. അടുത്തതാണ് ഗപ്പി മൾട്ടിപ്പിൾ മൂവിംഗ് ആവറേജ് അല്ലെങ്കിൽ GMMA. ഇവിടെ
നമ്മൾ EMAകളെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. ഒരു ഗ്രൂപ്പ് ഷോർട്ട് ടേം ട്രേഡർമാരുടെ സെന്റിമെന്റ്സ് കാണിക്കുന്നു, മറ്റേത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന്റെ ട്രെൻഡ് കാണിക്കുന്നു. ഇവിടെ സിഗ്നൽ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ ഷോർട്ട് ടേം ഗ്രൂപ്പ് ലോങ് ടേം ഗ്രൂപ്പിനെ മറികടക്കുമ്പോഴാണ്. ഇത് മാർക്കറ്റിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു എന്നതിന്റെ വളരെ ശക്തമായ ഒരു സൂചനയായിട്ടാണ് പലരും കാണുന്നത്. ഓക്കെ, ഈ ടൂൾസൊക്കെ വളരെ പവർഫുള്ളാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനൊക്കെ അതിൻ്റേതായ പരിമിതികളുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഏറ്റവും നിർണായകമായ പോയിന്റ്. മൂവിംഗ് ആവറേജുകൾ ഭാവി പ്രവചിക്കില്ല. അതൊരു ലാഗിംഗ് ഇൻഡിക്കേറ്ററാണ്. അതായത് ഒരു ട്രെൻഡ് തുടങ്ങി കുറച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് നമുക്ക് സിഗ്നൽ തരൂ. അത് സംഭവം നടന്നു കഴിഞ്ഞിട്ടേ സ്ഥിരീകരിക്കുകയുള്ളൂ. അതായത് ഒരു മൂവിംഗ് ആവറേജിന് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റുമോ? ഇല്ല. അതിന്റെ എണ്ണം 0ആണ്. ഓർക്കുക, ഇത് പ്രവചിക്കാനല്ല, നടന്ന കാര്യങ്ങളോട് പ്രതികരിക്കാനുള്ള ഒരു ടൂൾ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഒരു ട്രെൻഡ് ഫോളോവിംഗ് ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ട്രെൻഡിനെ പ്രവചിക്കാൻ ശ്രമിക്കുന്നില്ല, പകരം നിങ്ങൾ ആ ട്രെൻഡ് തിരിച്ചറിഞ്ഞ് അതിനെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൂൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. ട്രെൻഡുകൾ കണ്ടെത്താനും അതിനൊപ്പം സഞ്ചരിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. ചോദ്യമിതാണ്, ആ ട്രെൻഡിനെ പിന്തുടരാൻ നിങ്ങൾ തയ്യാറാണോ?